Are you a civil engineering graduate? Come and join us. Let's learn together. Welcome to Civil Engineering Study Me. Please subscribe my channel, like, share and press the bell icon. നോക്കാൻ പോകുന്നത് കേരള PSCയുടെ ഓവർസിയർ ഗ്രേഡ് 1ൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ്. അപ്പോൾ ഓവർസിയർ ഗ്രേഡ് 1 ഒരു ഡിപ്ലോമ ലെവലിലുള്ള എക്സാമാണ്. അത് ഡിപ്ലോമയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഡിപ്ലോമ ലെവലിലുള്ള ഒരു സിലബസ് ആണ് ഈ എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. ഫസ്റ്റ് വന്നത് എൻജിനീയറിംഗ് ഗ്രാഫിക്സ് ആണ്. എൻജിനീയറിംഗ് ഗ്രാഫിക്സിൽ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഡ്രോയിങ് സ്റ്റാൻഡേർഡ്സ്, സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ്, ലേഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ്, അതുപോലെ ഡയമെൻഷനിങ്, സ്കെയിൽസ്, പിന്നെ പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ്, ലൈൻസ് ആൻഡ് പ്ലെയിൻസ്. ഓക്കെ, അങ്ങനെയുള്ള പോർഷൻസൊക്കെയാണ് എൻജിനീയറിംഗ് ഗ്രാഫിക്സിൽ വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് ഓട്ടോക്യാഡിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. സോ ഓട്ടോക്യാഡിൽ വരുന്നത് ഡ്രോയിങ് യൂസിങ് CAD സിസ്റ്റം കമ്പോണൻറ്റ്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, ബേസിക് കമ്പ്യൂട്ടറിൻ്റെ പാർട്സിനെ കുറിച്ചൊക്കെ അങ്ങനെയുള്ള ബേസിക് നോളജസ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. എലമെൻറ്റ്സ് ഓഫ് ഡ്രോയിങ് വിൻഡോ, ആപ്ലിക്കേഷൻ ഓഫ് CAD, സിസ്റ്റം റിക്വയർമെൻറ്റ്സ്, വർക്കിംഗ് വിത്ത് CAD, സെറ്റിംഗ് ലിമിറ്റ്സ്, ഡ്രോയിങ് ലൈൻ, സിമ്പിൾ ഷേപ്സ്, റെക്റ്റാങ്കിൾ, സർക്കിൾ, ആർക്ക്, അങ്ങനെയുള്ള പോർഷൻസ് എല്ലാം. പിന്നെ യൂസിങ് ഗ്രിഡ് ആൻഡ് സ്നാപ്പ്, എഡിറ്റിംഗ് ഡ്രോയിങ് യൂസിങ് വേരിയസ് മോഡിഫൈ കമാൻഡ്സ്, ആഡിങ് ഡയമെൻഷൻസ് ആൻഡ് ടെക്സ്റ്റ്. ഇത്രയും പോർഷനാണ് ഓട്ടോക്യാഡ് എന്ന് വരിക. അതുപോലെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ് ആണ്. അതിനകത്ത് ഐഡൻറ്റിഫൈ ദ കൺവെൻഷണൽ സയൻസ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽ, അണ്ടർസ്റ്റാൻഡ് പ്ലാനിങ് റിക്വയർമെൻറ്റ്സ്, plinth area, floor area, carpet area, floor area ratio, coverage of building, height of building, building lines, setback lines, headroom, mezzanine floor, basement floor, detached building, row house, ഈ പോർഷൻസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ഓഫ് പാർട്സ് ഓഫ് റെസിഡൻഷ്യൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഹോസ്പിറ്റൽ ബിൽഡിങ്സ് ആസ് പെർ നാഷണൽ ബിൽഡിംഗ് കോഡ് ആൻഡ് കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ്. അപ്പോൾ KMBRൻ്റെ റൂൾസ്, അതേപോലെ MBCയുടെ റൂൾസ്, സെറ്റ് ബാക്ക് ലൈൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചോദിക്കും. അതുപോലെ ബിൽഡിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ, റെസിഡൻഷ്യൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, അസംബ്ലി ബിൽഡിങ്, അങ്ങനെയുള്ള ആ പോർഷൻസൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 3 സർവേയിങ് ആണ്. സർവേയിങ് ഇമ്പോർട്ടൻ്റ് ആണ്. സർവേയിങ് നിന്ന് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിങ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്സ്, linear and angular measurements, chain surveying, compass surveying, plane table surveying, theodolite surveying, leveling, classification of leveling, അതുപോലെ principles of contouring, total station, GIS, GPS അതൊക്കെ ഉണ്ട്. ടോട്ടൽ സ്റ്റേഷൻ, GIS, GPS ഒക്കെ ഇപ്പോൾ അടുത്ത കഴിഞ്ഞ എക്സാമുകളിലൊക്കെ മിനിമം ഒരു ക്വസ്റ്റ്യനെങ്കിലും ആ ഒരു പോർഷനിൽ നിന്ന് ടോട്ടൽ സ്റ്റേഷനോ GPS GIS അങ്ങനെയുള്ള മോഡേൺ ടെക്നോളജി വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യനെങ്കിലും എന്തായാലും വരാറുണ്ട്. അപ്പോൾ ആ പോർഷൻ നന്നായിട്ട് നോക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാ എക്സാമിനും പഠിക്കുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ ടെക്നോളജി കേട്ടോ. അത് രണ്ടും കംപ്ലീറ്റ് പഠിക്കണം. നമ്മൾ സാധാരണ എല്ലാ IT ലെവൽ എക്സാമിനൊക്കെ പഠിക്കുന്ന ടോപ്പിക്കാണ്. ടിമ്പർ, സ്റ്റോണ്, മോട്ടാർ, സിമൻറ്റ്, അഗ്രിഗേറ്റ് അങ്ങനെയുള്ള എല്ലാ കൺസ്ട്രക്ഷൻ മെറ്റീരിയലും, പിന്നെ അതുപോലെ സ്റ്റോൺ മേസൺറി, ബ്രിക്ക് മേസൺറി, ഡാം പ്രൂഫ് കോസിങ്, പ്ലാസ്റ്ററിങ്, പോയിൻറ്റിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ പഠിക്കണം. പിന്നെ ബിൽഡിംഗ് കോമ്പോണൻറ്റ്സ് ലൈക്ക് ഫൗണ്ടേഷൻ, ഫ്ലോറിങ്, ഡോർ, വിൻഡോ, ലിൻഡൽ, സൺഷെയ്ഡ്, വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ സ്ട്രക്ചേഴ്സ്, അതായത് സ്റ്റെയർ, എസ്കലേറ്റർ അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ സീലിംഗ്, റൂഫ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിക്കണം. ഓക്കെ, അടുത്ത മൊഡ്യൂള് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്. അതിനകത്ത് ഫോഴ്സ്, മൊമെൻറ്റ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, mechanical properties of material, temperature, stresses, strain, energy, beams and bending, calculation of shear force and bending momentum for cantilever and simply supported and overhanging beams. പിന്നെ ഡിസൈൻ ഓഫ് RCC സ്ട്രക്ചർ, know the properties of ingredients of concrete, അതായത് ബേസിക് കോൺക്രീറ്റ് ടെക്നോളജിയിലുള്ള പോർഷൻസൊക്കെ, വർക്കബിലിറ്റി, സ്ലംപ് വാല്യൂ അങ്ങനെയുള്ള പോർഷൻസ്, അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ പഠിക്കാം. പിന്നെ കൺസെപ്റ്റ്സ് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ ഫോർ ബീംസ്. പിന്നെ അടുത്തത് ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ ഡിസൈനും പഠിക്കണം. പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രക്ചറൽ സ്റ്റീൽ, അതുപോലെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജ്,
പിന്നെ ബോൾട്ടഡ് ആൻഡ് വെൽഡഡ് കണക്ഷൻസ്, പ്ലേറ്റ് ഗാർഡർ, അതിൻ്റെ ഫണ്ടമെൻ്റൽസും പാർട്സ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, അത്രയാണ് RCC എന്ന് വരുന്നത്. പിന്നെ മൊഡ്യൂൾ 6 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി സർവിങ്, അതായത് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്. എസ്റ്റിമേഷനിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഡെഫിനിഷൻസ്, സ്പെസിഫിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്, അങ്ങനെയുള്ള പോർഷൻസ്. പിന്നെ അതുപോലെ ഷെഡ്യൂൾ ഓഫ് റേറ്റ്, അങ്ങനെയുള്ള ഡാറ്റ, സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്ക്, അനാലിസിസ് ഓഫ് റേറ്റ്, പിന്നെ വാലുവേഷൻ്റെ പോർഷൻസും കൂടെ പഠിക്കുക ജസ്റ്റ്. ഇനി അടുത്ത മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 7 എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. അതിൽ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ഉണ്ട്, സോഴ്സസ് ഓഫ് വാട്ടർ, കൺവെയൻസ് ഓഫ് വാട്ടർ, പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, സാമ്പിളിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റ്, അതൊക്കെ പഠിക്കാം. ഓക്കെ, ഇനിയുള്ളത് സാനിറ്ററി എഞ്ചിനീയറിംഗ് ഉണ്ട്. അതിനകത്ത് ഡെഫിനിഷൻ, കുറേ ടെക്നിക്കൽ ടേംസ് ഉണ്ടല്ലോ, സീവേജ്, റെഫ്യൂജ്, സള്ളേജ്, ഗാർബേജ്, അങ്ങനെയുള്ള ടേംസൊക്കെ പഠിക്കാം. പിന്നെ അതുപോലെ ഡ്രെയിനേജ് ആൻഡ് സാനിറ്റേഷൻ ഇൻ ബിൽഡിംഗ്, അതിനകത്ത് സാനിറ്ററി ഫിറ്റിങ്സ് ഇല്ല, ട്രാംപ്സ്, വാട്ടർ ക്ലോസറ്റ്, ഫ്ലഷിംഗ് സിസ്റ്റേൺ, അങ്ങനെയുള്ള പോർഷൻസ്, ആ ടേംസൊക്കെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത മൊഡ്യൂൾ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ ഫണ്ടമെൻ്റൽ പോയിൻറ്റ്സ് ഒക്കെ പഠിക്കും. അതായത് ഇറിഗേഷൻ്റെ പോർഷന്, അതുപോലെ ഹൈഡ്രോളജി, പിന്നെ റെയിൻ കേജ്, അങ്ങനെയുള്ള പോർഷൻസ്, ഡ്യൂട്ടി, ഡെൽറ്റ, അതെല്ലാം പഠിച്ചു വയ്ക്കാം. പിന്നെയുള്ളത് ഹൈവേ എഞ്ചിനീയറിംഗ് ആണ്. ഹൈവേ എഞ്ചിനീയറിംഗിൽ IRCനെ കുറിച്ച്, IRCയുടെ ക്ലാസിഫിക്കേഷൻസ്, പിന്നെ ട്രാഫിക്കിലെ പോർഷൻസ്, ട്രാഫിക് കൺട്രോൾ ഡിവൈസസ്, ട്രാഫിക് സയൻസ്, ട്രാഫിക് സിഗ്നൽസ് ആൻഡ് റോഡ് മാർക്കിങ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാഫിക് സയൻസ്, മാൻഡേറ്ററി ആൻഡ് കോഷണറി ആൻഡ് ഇൻഫോർമേറ്ററി സയൻസ്, അങ്ങനെയുള്ള പോർഷൻസൊക്കെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, പിന്നെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരിത്തിരിയും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കാം. അതായത് ഇത് കൂടാതെ ഇച്ചിരി എസ്സേയുടെ ഒക്കെ ചെറിയ ബേസിക് പോർഷൻസ്, അതുപോലെ ഹൈവേൻ്റെ കൂടെ റെയിൽവേൻ്റെയും ബേസിക് പോർഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കാം. കാരണം ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങാനും പുറത്തുനിന്ന് ഈ സിലബസിൻ്റെ പുറത്തുനിന്നും ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാം. അപ്പം ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരിച്ചിരിയും കൂടെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.